എന്റെ കണ്ണു മുമ്പ് പോലും മസറൂറയ്ക്ക് വരണ്ട. അത്രയ്ക്ക് എനിക്ക് മനസ്സ് മുറുകി. ഇത്ര നാളത്തെ പോലെ അല്ല. ഒരൊറ്റ കാര്യം പറയട്ടെ, മസറൂറ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ സഹിക്കൂല. തൊട്ടിപ്പാലത്തിലെ കെട്ടി തൂക്കിയെന്ന് 4 ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ താത്ത ഉമ്മയെയും മകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഉമ്മാക്ക് അവിഹിതം ഉണ്ടെന്ന് വരെയാണ് പുള്ളിക്കാരി വന്നിരുന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്റെ മകളെ എനിക്ക് ഇനി കൺമുന്നിൽ പോലും കാണണമെന്നാണ് പറയുന്നത്. വെറും 11 വയസ്സുള്ള മകളെ കുറിച്ച് പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണം. ഇവളെയൊക്കെ മുക്കാലി കെട്ടിയിട്ട് അടിക്കാൻ തോന്നും. വല്ലാത്തൊരു ജീവിതം തന്നെയാണ് കേട്ടോ ഈ താത്താടത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 4 കല്യാണം കഴിച്ചു. എല്ലാത്തിലും കൂടി 3-4 മക്കളുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഗർഭിണിയുമാണ്. വേറൊരു കാര്യം എടുത്തു പറയാനുണ്ട്, ഈ താത്ത കല്യാണം കഴിക്കുന്നവരൊക്കെ മുഴു കുടിയന്മാരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുമായിരിക്കും. ഇപ്പൊ ഏറ്റവും പുതിയ ഭർത്താവായ പുള്ളിക്കാരൻ ഇങ്ങനെ തന്നെ. പുള്ളിക്കാരൻ മുഴു കുടിയനാണ്. പക്ഷെ എന്റെ ഇക്കായെ കൊണ്ട് ഞാൻ കുടി നിർത്തിക്കുമെന്നാണ് നാജില താത്ത പറഞ്ഞിരുന്നത്. കല്യാണം കഴിഞ്ഞ നാളുകളിൽ ഇതൊക്കെ തന്നെയായിരുന്നു സംസാരം. തുടക്കത്തിൽ പക്ഷെ ഈ ഭർത്താവ് പിന്നെ അതൊക്കെ അനുസരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇയാളുടെ തനി സ്വഭാവം പുറത്തു വന്നു. കള്ളു കുടിച്ചു വന്ന് അലമ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. നാജിലയെ മാത്രമല്ല കേട്ടോ, ആ ചെറിയ മക്കളെ കൂടി ഇയാൾ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ നാജില വീഡിയോസിൽ വന്നിരുന്ന് പിന്നെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. ഒരു ദിവസം തന്നെ 3 വീഡിയോ ഒക്കെ ഭർത്താവിനെ കുറ്റം പറഞ്ഞ് ഇട്ടുകൊണ്ടിരുന്നത്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കുറ്റം പറഞ്ഞ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേക്കും നേരെ ഇവരുടെ തമ്മിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോ ആയിരിക്കും ഇടുന്നത്. കുറച്ചു കാലത്തേക്ക് ഇത് തന്നെയായിരുന്നു കലാപരിപാടി. നാജില വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് ഒരു വെടക്ക് സ്വഭാവമാണ്, എന്റെയും മക്കളെ ഉപദ്രവിക്കുന്നുണ്ട്, ഇയാള് തീരെ മോശ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ ഇടുന്നത്. അടുത്ത ദിവസം ചക്കരയും തേനും പോലെ ആയിരിക്കും. എന്ത് പറയാനാണ്, മുട്ടൻ കോമഡിയാണ്. അതിനിടയിലാണ് നാജിലയുടെ 11 വയസ്സുള്ള മൂത്ത മകള് നാജിലയുടെ ഉമ്മാടെ കൂടെ താമസിക്കാൻ പോയി. ഈ ഭർത്താവ് എന്ന് പറയുന്ന ഷാൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എപ്പോഴും കുടിച്ചു വന്ന് മുട്ടൻ അലമ്പാണല്ലോ വീട്ടില്. ഈ മക്കളെയും ഇവരെയും ഒക്കെ ഉപദ്രവിക്കാനും തുടങ്ങി. അപ്പൊ ഈ 11 വയസ്സുള്ള മസൂറ എന്ന് പറയുന്ന പെൺകുട്ടി 11 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ. ആ കുട്ടിയുടെ സേഫ്റ്റിയും കൂടി മുൻനിർത്തിക്കൊണ്ട് പോലീസൊക്കെ ഇടപെട്ടാണ് മസൂറയെ നാജിലയുടെ അടുത്തു നിന്നും ഉമ്മയുടെ അടുത്തേക്ക് മാറ്റിയത്. അങ്ങനെ ചൈൽഡ് ലൈനിൽ നിന്ന് വന്നവരോട് പറഞ്ഞത്, ഈ മസൂറ എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞു, എന്നെ പിന്നെ പുള്ളിക്കാരനും ഉമ്മയും കൂടെ അടിക്കാറുണ്ട്, പിന്നെ എന്നെ തല കീഴായി കെട്ടി തൂക്കിയിട്ട് അടിക്കാറുണ്ടെന്നൊക്കെ പുള്ളിക്കാരി ഈ വന്നവരോട് പറഞ്ഞു. അതോടെ പോലീസുകാർ ഈ ചൈൽഡ് ലൈനിലുള്ളവരും പറഞ്ഞു, ഉമ്മയുടെ കൂടെ ഈ നാജിലയുടെ കൂടെ നിർത്താൻ പറ്റില്ല, നാജിലയുടെയും ഷാന്റെയും കൂടെ നിർത്താൻ പറ്റില്ല എന്ന് ഇവര് പറഞ്ഞു. പക്ഷെ നാജില ആണെങ്കിൽ ഇതെല്ലാം തന്റെ ഉമ്മയുടെ കളികളാണെന്നാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഉമ്മയെ ആണെങ്കിൽ നാജിലയ്ക്ക് പണ്ടേ ഇഷ്ടമല്ല. അത് എന്തുകൊണ്ടാണ് ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നാജിലയുടെ ഉമ്മ പിന്നെ ഈ നാജിലാനെയും നാജിലയുടെ ഭർത്താവിനെയും ഇപ്പോഴത്തെ ഭർത്താവിനെയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ബെഡ്റൂമിൽ വെച്ച് പൊക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ദേഷ്യമാണ് ഈ നാജിലയ്ക്ക് ഉമ്മയോട്. ഇപ്പോഴാണെങ്കിലോ മോളും കൂടി ഉമ്മയുടെ അടുത്തേക്ക് പോയതോടുകൂടി ഉമ്മയോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. ഇവരെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു 3-4 വീഡിയോ ആണ് നാജില ചെയ്തിരിക്കുന്നത്. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 11 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകളെ പോലും ഇവള് വെറുതെ വിടുന്നില്ലെന്നുള്ളതാണ്. മകളെ കുറിച്ചൊക്കെ ഇവള് വീഡിയോയിൽ പറയുന്നത് കേൾക്കണം. എന്തൊരു സ്ത്രീയാണ് ഇവളെന്ന് തോന്നിപ്പോകും. ഏതായാലും സമയം കളയാതെ നമുക്ക് നാജിലയുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ സുഖാണ്. പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ എന്തിനു വീഡിയോ ചെയ്യാൻ പോണം? ഇത് പുള്ളിക്കാരിയുടെ സ്ഥിരം പരിപാടിയാണ്. സലാം പറഞ്ഞു തുടങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അങ്ങനെ സുഖമാണെന്ന് പറഞ്ഞ ആ ഒരാള് തന്നെ അങ്ങ് 10-20 മിനിറ്റ് നോൺ സ്റ്റോപ്പ് ആയിട്ട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഈ പുള്ളിക്കാരുടെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ എന്തിനാണ് ആദ്യം തന്നെ സുഖമാണെന്നൊക്കെ പറയുന്നത്? വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങും. എന്നിട്ട് ആ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ 4 വീഡിയോ 5 വീഡിയോ ഒക്കെയാണ് എടുത്തത്. 2 ദിവസത്തിന് മുമ്പ്, കുറച്ചു ദിവസം മുമ്പേ മോൾ ഉമ്മാരുടെ അടുത്താണെന്ന് നിങ്ങൾക്ക് അറിയാല്ലേ. എവര് റഹീമിനെ കോണ്ടാക്ട് ചെയ്യും, പഞ്ചായത്തിൽ പോക്കും ഒക്കെ. റഹീം എന്ന് പറയുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മകളായിട്ടുള്ള നാജിലയുടെ മകളായിട്ടുള്ള പിന്നെ മസൂറയുടെ വാപ്പയാണ് കേട്ടോ, ഒറിജിനൽ വാപ്പ. ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് റഹീം എന്ന് നാജിലത്ത പറയുന്നുണ്ട്. അപ്പൊ അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ മസൂറ എന്ന് പറയുന്ന മോളുടെ വാപ്പയാണ്. എന്തായാലും ഈ റഹീമും നാജിലയുടെ ഉമ്മയും കൂടെ ചേർന്നിട്ടാണെന്ന് തോന്നുന്നു. ഈ മസൂറ സേഫ് അല്ല, ഈ പിന്നെ ഉമ്മയുടെയും ഇപ്പോഴത്തെ ഭർത്താവിന്റെയും കൂടെ എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ചിലപ്പം പോലീസുകാരൊക്കെ അവിടെ ചെന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. ഒരൊറ്റ കാര്യം പറയട്ടെ, മസൂറ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ സഹിക്കൂല. തൊട്ടിപ്പാലത്തിലെ കെട്ടി തൂക്കിയെന്ന് 4 ഒന്നും സഹിക്കണ്ട. ഇത്രയും നാളും നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഈ കാര്യങ്ങൾക്കൊക്കെ ആ പിള്ളേരും കൂടെ അല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തോന്നുമ്പോ കല്യാണം കഴിക്കുക, യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ തോന്നിയാസം പറയാം. ഇതല്ലേ നാജിലത്തയുടെ പരിപാടി. ഈ തോന്നുമ്പോ ഈ കള്ളുകൂടിയന്മാരെ എല്ലാം നിരത്തി കല്യാണം കഴിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്?
അവർക്ക് വളരേണ്ടി വരുന്ന സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എവിടെ? കല്യാണം കഴിക്കുന്നതിന്റെയും യൂട്യൂബ് വീഡിയോ ഇടുന്നതിന്റെയും ഒക്കെ തിരക്കിലല്ലേ. മക്കളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ എവിടെ നേരം? ഇതിലിപ്പോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്താണ് സഹിക്കാൻ പറ്റാത്തത്? ഉമ്മ തൊട്ടിൽ കെട്ടുന്ന കയറ് വെച്ചിട്ട് തല കീഴായി കെട്ടി തൂക്കി അടിച്ചു എന്ന് പറഞ്ഞല്ലേ, അതല്ലേ സഹിക്കാൻ പറ്റാത്തത്? ആ കൊച്ചു നുണ പറയുവാണെന്നാണ് പിന്നെ ഇത്ത പറയുന്നത്. എന്തായാലും ആ ചെറിയ പെൺകുട്ടി അങ്ങനെ വെറുതെ ഒന്നും പറയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതെ അവൾ അങ്ങനെ പറയൂ? തല കീഴായി കെട്ടിത്തൂക്കി അടിച്ചു എന്നൊക്കെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? കള്ളത്തരം. കല്യാണം കഴിക്കുന്നതിന്റെ ഒക്കെ തിരക്കില് മകളെ കെട്ടിത്തൂക്കി അടിച്ച കാര്യങ്ങളൊക്കെ മറന്നു കാണും. ഞാൻ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടില്. കറക്റ്റ് 3500 രൂപ വാടകയും. അന്ന് ഞാൻ പറഞ്ഞ എന്റെ വീട്ടുകാരെടുത്ത് എന്റെ മക്കളെ നോക്ക്. അപ്പൊ എന്നിൽ നിന്നുള്ളതെല്ലാം ഊറ്റി മേടിച്ച് ഞാൻ ഷെറൻ സ്കൂളിൽ 13,000 രൂപ കൊടുക്കാണ്ടെന്ന് എന്റെ തള്ള പറഞ്ഞു. 6000 സംതിങ്ങിന്റെ കാര്യം എനിക്ക് അറിയാവും. ഞങ്ങനെ ഒന്ന് വിളിച്ച് സംസാരിച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് എല്ലാ മടവൂർ സെൻട്രൽ സ്കൂളിൽ നമ്മൾ പോവാൻ ഒരുങ്ങിയതാണ്. അപ്പൊ നോക്കിയപ്പോ വേഗം തൂക്കിയപ്പോ നാവായിക്കുളത്ത് പോണ്. ഇത്രയും കാലം റഹീമേ, നിന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ. അന്ന് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് അന്ന് കുട്ടീനെ ചെലവ് വയ്ക്കാൻ പറഞ്ഞോട്ടാ. എനിക്കൊരു എത്തും പിടിയും ഇല്ലാത്തൊരവസ്ഥ. എന്റെ ഉമ്മാരുടെ അവസ്ഥ എങ്ങനെയാണ്? പണ്ട് ആസിഡ് കുടിയും കാര്യങ്ങളും നമ്മൾ ഒരുപാട് ഡിപ്രഷനിൽ കൊണ്ടുപോയത് ഉമ്മയാണ്. അപ്പം പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പകാലത്ത് ഉമ്മ ഈ നാജിലാത്തയുടെ ഉമ്മ ഭയങ്കര അലമ്പായിരുന്നു എന്നാണ് പറയുന്നത്. പുള്ളിക്കാരി വരെ ഇങ്ങനെ ആവാൻ കാരണം ഉമ്മയാണെന്നാണ് പറയുന്നത്. ഉമ്മ എന്നെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്റെ മകളോട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. എല്ലാം കൂടി ഉമ്മയുടെ തലയിലേക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാനുള്ള അടവ് അത് തന്നെ. സ്വന്തം കഴിവുകേടിനെ മറച്ചു വെക്കാൻ വേണ്ടി ഉമ്മാനെ കരുവാക്കുക. കൊണ്ടുപോയത് ഉമ്മയാണ്. എന്റെ പാപ്പ ഗൾഫിലായിരുന്നു. അതിൽ നിന്നുള്ള ആഘാതമുണ്ട്. ഞാൻ ഉമ്മച്ചിമാരുടെ അടുത്ത് നിന്നാണ് വളർന്നത്. ഉപ്പാപ്പാരുടെ അടുത്ത് അവിടെ ആസിഡ് കുടിയും കാര്യങ്ങളും ബഹളവും പ്രശ്നവും. പണ്ട് കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കല്ലുകെട്ടിന്റെ അവിടെ രാത്രി വന്നിരുന്ന് ചരണുവാരി എറിയും. ഇവിടെ കരഞ്ഞോണ്ടോടും നമ്മളമ്മ എന്നും പറഞ്ഞ്. അങ്ങനെയൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. 3 ഭർത്താവിലുള്ള 3 മക്കളും എന്റെ സമൂഹത്തില് ഒരാളുടെ ഫോൺ വിളിച്ച് പറഞ്ഞു ഒരു അഴുക്ക സ്ത്രീയായിട്ട് എന്റെ മുദ്ര കുത്തി. ഒരു പെറ്റ തള്ളയും പറയില്ല. അതിനുശേഷം ഞാൻ ക്ഷമിച്ചോളാണ്. എനിക്ക് കുറച്ച് ചോറും കറികളൊക്കെ തന്നിട്ടുണ്ട് ഉമ്മ. ഇല്ലാന്നില്ല. 5.5 പവന്റെ സ്വർണം, ഒരു 3 പവന്റെ തടവള കൈരളിയിൽ നിന്ന് മേടിച്ചതാണ്. 1 പവന്റെ ഒരു കൈച്ചൈ നൗഫലിന്റെ നിന്ന് മേടിച്ചതാണ്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു ചെവിമാട്ടി കാതിടുന്ന ഒരു മോതിരം. ഞാൻ 10,000 രൂപ കൊടുത്തു വാങ്ങിയ മോതിരമാണ്. അന്ന് സ്വർണത്തിന് ഇത്ര വിലയില്ല. പിന്നെ ഒരു കൈച്ചൈ മുത്തുമോന്റെ. എല്ലാവരുടെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ അവര് പറഞ്ഞു അത് വാങ്ങിയിട്ടില്ല എന്ന്. എന്നിട്ട് യൂട്യൂബിന്റെ ഏണിങ്സ് വന്ന് ഷെറൻ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്നു. അനിയൻ അന്നം പൊന്നി പെണ്ണെ നാളെ 15,000 രൂപ വേണം. അതുകൊണ്ടാണ് ഞാൻ ഉമ്മാരെ കൊടുക്കൂലെന്ന് പറഞ്ഞിക്ക. എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞാണ് സത്യം. എന്നിട്ട് വാപ്പാരെ കയ്യിലാണ് ഞാൻ എണ്ണി കൊടുക്കണം അടുക്കള ഭാഗത്ത് നിന്ന്. എന്റെ എല്ലാം നശിപ്പിച്ച് എന്റെ വസ്തു ഒന്ന് ജപ്തി ഘട്ടത്തിലാണ്. ഞാൻ അന്നും പറഞ്ഞു ഇതുപോലെ എന്നെ ശല്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വീട് വെക്കില്ല എന്ന്. ഇത് സത്യം അറിയാവുന്ന കുറച്ചു പേരുണ്ട്. എനിക്ക് ഉമ്മയെ പണ്ടേ ഇഷ്ടമല്ല. അങ്ങനെ പറയാം, ഉമ്മാനെ പണ്ടേ ഇഷ്ടമല്ല. അപ്പൊ എന്താവോന്ന് വെച്ചാൽ ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ ആ ഇഷ്ടക്കേട് മുഴുവൻ പുറത്തു വരുന്നതാണ് നമ്മളിപ്പോ കണ്ടത്. ഇത്രയും കാലം ഉമ്മാനെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുമായിരുന്നു. ഇപ്പൊ എന്തായാലും സമാധാനം അതങ്ങ് സാധിച്ചല്ലോ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോ എനിക്ക് ഷാജിനെയാണ് ഓർമ്മ വരുന്നത്. പുള്ളിക്കാരി ഇതുപോലെ തന്നെയാണ്. ഉമ്മാനെ 24 മണിക്കൂറും കുറ്റം പറച്ചിലാണ്. ശരിക്കും പറഞ്ഞാൽ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും പരിതാപകരമാണ്. എന്ത് പറയാന്. അതുമല്ല പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഷാജിക്ക് ജനിക്കാതെ പോയ അനിയത്തി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ നാജില. രണ്ടും ഒരേ വണ്ടിക്കുള്ള ആൾക്കാരാണ്. ഉമ്മാനെ കുറ്റമല്ല പറയുന്നത്, എനിക്ക് ഇഷ്ടമല്ല. എന്റെ കണ്ണിൽ കാണാത്ത കാഴ്ച കണ്ടു. എന്റെ കണ്ണിൽ കാണാൻ പറ്റാത്ത കാഴ്ച കണ്ടു. അതായത് ഉമ്മ വേറെ ആരുടെയും കൂടെ കിടക്കുന്നത് കണ്ടു എന്ന് തന്നെയാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. ഈ വീഡിയോയിൽ തന്നെ ഈ നാജില ഇതുപോലത്തെ കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ മോളെ എങ്ങനെ വളർത്തും? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മകളല്ലേ, ഉണ്ടാക്കിയാ പിന്നെ വളർത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല അതും കൂടി ഇനി നാട്ടുകാരെ ഏറ്റെടുക്കണോ? അല്ല, തോന്നുമ്പോ കല്യാണം കഴിച്ചിട്ട് മക്കളെ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ചുമ്മാ ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് പകരം ഉള്ള മക്കളെ നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നു. ഞാൻ എന്നിട്ടും എന്റെ മോളൊന്നും പറഞ്ഞില്ല കേട്ടാ. അവരുടെ അടുത്ത് പറഞ്ഞേ ഞാൻ തൊട്ടിലിന്റെ കയറിൽ കെട്ടിത്തൂക്കിയെന്ന്. ഷെറൻ ഇന്റർനാഷണൽ സ്കൂളിൽ ടോപ്പ് ലെവലിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ അടിച്ചിട്ടുണ്ട്. എന്റെ മുത്തുമോന്റെ കയ്യിൽ ഒരു അടയാളവും ഇല്ല. ഇവര് ഈ 3 മക്കളെയും കൊണ്ട് പഞ്ചായത്തിൽ പോയി. മുത്തുമോനെ ഇങ്ങോട്ട് വാ, മിച്ചുമോനെ, ഇവര് കള്ളയില്ലാത്ത മക്കളല്ലേ. ഇവനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. നിങ്ങളാ ഞാൻ എപ്പോഴെങ്കിലും കയറിന് കെട്ടിത്തൂക്കേ ചാർജറിന് അടിക്കുകയും ചെയ്തിട്ടുണ്ടോ മക്കളെ? അതിന് ഈ മക്കളല്ലല്ലോ പറഞ്ഞത് കയറി കെട്ടി തൂക്കി അടിച്ചെന്നൊന്നും. മസൂറയല്ലേ, അവളോട് ചോദിക്കേ. ആ കുട്ടി പറയട്ടെ ഉമ്മ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. എന്നാ നമ്മൾ വിശ്വസിക്കാം? എന്തായാലും നാജിലാത്ത തന്നെയല്ലേ പറഞ്ഞത് ചെറിയ കാര്യങ്ങൾക്ക് മകളെ തല്ലാറുണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെ കൂടുതൽ ദേഷ്യം വന്ന സമയത്ത് ചിലപ്പോ കെട്ടിത്തൂക്കി അടിച്ചു കാണും. അല്ലെങ്കിൽ മസൂറ തന്നെ പറയട്ടെ അങ്ങനെയൊന്നും ഇല്ലെന്ന്. എന്റെ മുത്തുമോ എന്നിൽ നിന്ന് പോയിട്ട് തിരികെ വന്നവരാണ് അല്ലേക്കാ.
ഒരു സമയത്ത് മസറൂള നിനക്ക് വേണ്ടിട്ടാണ് ഞാൻ ജീവിച്ച. എനിക്ക് മോളായോണ്ട് ഒരു ആലോചന വരൂലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്നെ ചേർത്ത് പിടിച്ചില്ല ആരും. റബ്ബറുകളെ കിടന്നും പാലെടുത്തും അവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 550 രൂപ പാല് 150 രൂപ പാല് ഞാൻ എടുത്തതിക്കാം. ഓക്കെ, കണക്ക് പറച്ചില് കേട്ടില്ലേ? ആരോടാണ് ഈ കണക്ക് പറയുന്നത്? സ്വന്തം മകളോട്, അതും 11 വയസ്സുള്ള മകളെ കുറിച്ചാണ് ഈ പറയുന്നത്. 11 വയസ്സുള്ള ഒരു കുട്ടിയോട് അവളെ വളരെ വലുതാക്കിയ കണക്ക് പറയുന്ന അമ്മ. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കി. വെറും 11 വയസ്സ് മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക്. മക്കളെ ഉണ്ടാക്കിയാൽ അത് വളർത്തേണ്ടി വരും. നല്ല കഷ്ടപ്പെട്ട് തന്നെ വളർത്തേണ്ടി വരും. അതിന്റെ കണക്ക് പറയാനായിട്ട് ഒരു മാതാപിതാക്കൾക്കും അവകാശമില്ല. മാതാപിതാക്കൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അല്ലാതെ മകള് തള്ളി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യൂ എന്നിട്ടും ഇങ്ങനൊക്കെ ഒരു നന്ദിയില്ല. ആ ചെറിയ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് കച്ചവടം. എന്നാ റീന മെമ്പർ വന്നില്ലേ, താത്തടുത്ത ഒരു ദിവസം രാത്രി ഞാൻ കരഞ്ഞിട്ട് എന്ന് പറഞ്ഞ താത്ത ഒരു നൈറ്റ് എടുക്കണം, പക്ഷെ മക്കൾക്ക് നാളെ തിരിച്ചാൽ ഒന്നുമില്ല. അങ്ങനെ ആ കാക്ക പറഞ്ഞു പെണ്ണെ അതിന് 50 രൂപ കിട്ടട്ടെ, നീ ഒരു നൈറ്റ് എടുത്ത് എന്റെ ഉമ്മാക്ക് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ 250 രൂപയ്ക്ക് ഒരു നൈറ്റ് എടുത്ത് കേട്ടാ. 200 രൂപ നൈറ്റ് 250 രൂപയ്ക്ക് എടുത്ത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ രക്ഷപ്പെട്ട അൽഹംദുലില്ലാ. ഞാൻ എല്ലാം കൊടുത്തത് മസൂർ കാതിൽ കിടപ്പുണ്ട്. അവളെല്ലാം എടുത്തോട്ടെ, എല്ലാം എടുത്തോട്ടെ. ഒരു സമയത്ത് മോളെ നിന്നെ ഞാൻ നോക്കിയില്ലെന്ന് പറയല്ലേ. യവന്മാർക്ക് ഞാൻ കുറഞ്ഞ ഡ്രസ്സ് എടുക്കുമ്പോ അവൾക്ക് ഞാൻ കൂടിയതാണ് എടുക്കുന്ന. പക്ഷെ ഇക്ക വന്ന് കുടിച്ചിട്ട് അന്നൊരു പ്രശ്നം വന്നപ്പോ വെള്ളം ഒഴിച്ച് അല്ലേ, അതാണ് അവള് പറയണത്. ആ തെറ്റു പറ്റിപ്പോയി, ഏറ്റു പറഞ്ഞു. അങ്ങനെ പറ. അപ്പം കെട്ടിയവൻ കള്ളു കുടിച്ചു വന്നിട്ട് ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചെന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അത് മാത്രമായില്ല, വേറെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. നാജില പണ്ട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, കള്ളു കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനിന് ഒരു ബോധവും ഇല്ല, ഉമ്മയെയും മക്കളെയും പിന്നെ ആരെയും ഒന്നും ഒരു ബോധവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മക്കളെ ഇവൻ ഉപദ്രവിക്കുമോന്ന് എനിക്ക് പേടിയുണ്ടെന്ന് നാജില തന്നെ വന്നിരുന്നു പറഞ്ഞത്. വെറുതെ അല്ല ചൈൽഡ് ലൈനും പോലീസും ഒക്കെ ഇടപെട്ട് ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയത്. അല്ല, ഇവൻ കള്ളും കുടിച്ചു വന്നിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം? എന്നിട്ടൊന്നും അറിയാത്ത ആ 11 വയസ്സ് ആയ കുട്ടിയെ കുറ്റം പറഞ്ഞു വന്നേക്കുന്നു. വെറും 11 വയസ്സായ കുട്ടിയെയാണ് ഈ പിന്നെ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, നാണം കെട്ട വർഗം. ഇവളൊക്കെ ഒരു ഉമ്മയാണോ? സ്വന്തം ഉമ്മയെ കുറിച്ച് വരെ കുറ്റം പറയുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു ഉമ്മ 11 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഇങ്ങനെ വീഡിയോയിൽ വന്നിരുന്ന് പറയുമോ? ഇവക്ക് വേറെ എന്തോ അസുഖമുണ്ട്, വേഗം ചികിത്സിച്ചാൽ അത്രയും നല്ലത്. ഇനി ഒന്നും ചെയ്യൂല മോളെ, ഈ ഒന്നും ചെയ്യൂലെന്ന് ഏറ്റു പറഞ്ഞു കൊണ്ടുപോട്ട്. എനിക്ക് ആ തള്ളയുമായിട്ട് മരിച്ചാ പോലും ഒരു ബന്ധമില്ല. പബ്ലിക്കിൽ എന്നെ അഴുക്ക സ്ത്രീയായിട്ട് ഒരു മുദ്ര കുത്തി. എന്റെ മോള് പറയണ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ചില്ലേക്കാ മോളെ ഇമ്മച്ചി വല്ല തെറ്റും ചെയ്തിട്ടുണ്ടാ? അവൾക്ക് പഠിക്കാൻ വയ്യ. എമ്മ കൊറേ മൊബൈലും കൊടുത്ത് ടിവിയും കൊടുത്ത്. എന്റെ വീട്ടിൽ ടിവി മേടിക്കാത്ത കാര്യം എന്താ? നിവർത്തിയില്ലാത്തോണ്ടല്ല. കുട്ടി ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ട് ഒരുപാട് നാളായി. വെക്കേഷൻ സമയത്ത് പോയതാണ്. പിന്നെ എങ്ങനെയാണ് പഠിക്കാൻ മടിയായതുകൊണ്ട് പോയതാണെന്ന് പറയാൻ കഴിയും? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തണം, എന്നിട്ട് സ്വയം ന്യായീകരിക്കണം. അതിനായിട്ട് എന്ത് കഥയുണ്ടാക്കാനും മടി. എന്റെ ഉമ്മ കാരണം തന്നെയാണ് ഞാൻ ഇങ്ങനെ ആയത്. പബ്ലിക്ക് കുറ്റം പറയണല്ല, പബ്ലിക്കിൽ വന്ന വീഡിയോയാണ്. എന്റെ ഉമ്മ പറഞ്ഞ വോയിസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിട്ട് ചെയ്യക്കാൻ തുടങ്ങിയത്. ഇന്ന് ഞാന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മക്കളൂടെ ആരും ചെലവ് മേടിച്ചിട്ടില്ല, നഷ്ടപരിഹാരം മേടിച്ചിട്ടില്ല. സനോ പറഞ്ഞത് മാത്രം 1 ലക്ഷം രൂപ അച്ചാരം കൊടുത്തതിൽ 75 രൂപ മേടിച്ച്. ഇന്ന് ഞാനും പറയണ ഞാൻ ഒരു പൈസക്ക് ആർത്തിയുള്ളവളാണ് ഇക്കാ. ഒരിക്കലും അല്ല, എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവളാണ്. പെരുന്നാളിന് തന്നെ ഞാൻ 3000 രൂപയും കൊടുത്ത് മസൂറാറെ ഏൽപ്പിക്കല്ലേ. അപ്പൊ അവര് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ ഉമ്മയും ബാപ്പയല്ലേ, എന്നെങ്കിലും ഒരു സമയത്ത് ഒന്നിക്കും. എന്റെ വയറ്റിൽ കിടക്കണ കൊച്ചു ഹറാൻകുട്ടിയാണ്. പറയണേണ് തള്ള ഇന്നും പിഴയാണ്. കറി കറിച്ച് തുപ്പണണ്ട. അപ്പൊ വയറ്റിൽ കിടക്കണം എടുത്തോട്ട് മസറൂറായ എടുത്തോട്ട് വാപ്പാരടുത്ത് ഒരു കാര്യമേ പറയുന്നത്. നിങ്ങളുടെ ഭാര്യന്റെ വാപ്പ നിങ്ങക്ക് ചൊന്നോടിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പാപ്പാക്ക് അറിയാം ഉമ്മ ചെയ്ത തെറ്റെന്താണെന്ന്. എനിക്ക് എല്ലാം അറിയാം. ഞാൻ ചോദ്യം ചെയ്തു. ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്തു. എന്റെ ആൺകൊച്ചുങ്ങൾ 2 സഹോദരങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. എന്റെ കാക്കച്ചി 1 രൂപ ഞാൻ കൈ നീട്ടിട്ടില്ല കാക്കാര മുമ്പ്. പക്ഷെ ഇതിനൊക്കെ എന്റെ ഉമ്മയുണ്ടല്ലോ എണ്ണി കടക്കുറയും. എണ്ണി എന്റെ സ്കൂളിൽ വരും എന്നെ മര്യാദ പഠിപ്പിക്കാൻ എന്റെ ഉമ്മ. അപ്പോഴൊക്കെ ഞാൻ വലിയ കുട്ടിയാണ്. എല്ലാ കുട്ടികളെ മുമ്പ് എന്നെ കളിയാകും. അപ്പോഴേക്കും എനിക്ക് ദേഷ്യമുണ്ട് എന്റെ ഉമ്മാരൂടെ. എനിക്ക് എല്ലാരും ചോദിക്കും നിനക്ക് മാത്രമുള്ള ഇങ്ങനത്തെ ഒരു ഉമ്മയെന്ന്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
എന്നാലും ഞാൻ 5 പ്രസവിച്ച് ഇത് ഗർഭിണിയാണ്. 5 ഞാൻ ഗർഭിണി. എന്റെ കണ്ണു മുമ്പ് പോലും മസറൂറിന് വരണ്ട. അത്രയ്ക്ക് എനിക്ക് മനസ്സ് മുറിഞ്ഞു. അത്ര നാളത്തെ പോലെ അല്ല. ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? 11 വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്താ പറയുന്നത് എന്റെ കൺമുന്നിൽ പോലും വരുന്നത്. ആ കുട്ടിയുടെ പ്രായം എങ്കിലും നോക്കണ്ടേ? നീ ഇങ്ങനെ പോത്ത് പോലെ വളർന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് പോലും ബോധമില്ലേ? കുട്ടികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. കുറെ പെറ്റ് കൂട്ടിയിട്ട് കാര്യമില്ല, മക്കളെ നല്ലപോലെ വളർത്താനും അറിയണം. എന്തായാലും നാജില തന്നെയാണ് പറഞ്ഞത് ഭർത്താവ് കള്ളും കുടിച്ചു വന്നിട്ട് ആ കുട്ടിയുടെ മേത്ത് വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെന്ന്. വേറെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? അല്ലാതെ ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? അല്ല ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകും. ഞാൻ ഒരു പൂട്ടിയെ എന്റെ മോളെ ഇട്ടിട്ടില്ല. അള്ളാഹ്ക്കറിയാലല്ലേ. ഞാൻ പൂട്ടി ഇട്ടിരുന്നു ഒരു കാലത്ത്. എന്ന് ഞാൻ ജോലിക്ക് പോയ സമയത്ത്. എന്നിട്ട് എവന്റെ കയ്യില് ആ മേടം കണ്ടെന്ന് ചാർജറിന്റെ അടയാളം. എന്റെ വെളുത്ത മോനാണ്. നോക്ക്, ഒരടയാളൊക്കെ കണ്ടുപിടിച്ച് തന്നെടുക്ക. ഒരടയാളം. മക്കളെ, ഉമ്മച്ചി അങ്ങ് പോയപ്പോ ഷാഹിദാമ്മ മക്കളെ അടിക്കുമായിരുന്നു. മക്കളെ, പാപ്പച്ചി ഉമ്മച്ചി ഇല്ലാതെ വട്ട കൈ നിന്നപ്പോ അടിക്കുമായിരുന്ന? അല്ല, ഞാൻ ചോദിക്കണേ, എന്തുകൊണ്ട് പിന്നെ അവൻ തിരികെ നമ്മളടുത്ത് വന്ന് അന്ന് ഉപ്പച്ചിയെ വേണോന്ന് പറഞ്ഞു പോയിട്ട് എന്തുകൊണ്ട് വീണ്ടും തിരികെ പോലീസ് സ്റ്റേഷന്റെ സമീക്ഷത്തിൽ വന്ന് പറമുത്തു മോനെ അടിക്കുമായിരുന്ന? മുത്തവനില്ലേ, കുട്ടികളെ കൊണ്ട് ഉമ്മാമ്മയുടെ കുറ്റം പറയാൻ ശ്രമിക്കുകയാണ്. ഉമ്മുമ്മയുടെ കൂടെ നിന്ന സമയത്ത് ഉമ്മുമ്മ അടിക്കാറില്ലെന്ന് ആ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു പറയിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്. ഈ ചെറിയ പ്രായത്തിൽ ആ കുട്ടികൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്? വളർന്നു വരുമ്പോ ഈ കുട്ടികൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയുമോ? ഈ വളർന്നു വരുമ്പോഴത്തേക്ക് ഈ മെന്റൽ ട്രോമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഭയങ്കര വിഷയമാണ്. സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ എല്ലാം ഇവളിൽ നിന്നും മാറ്റി താമസിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുട്ടി ഇവളുടെ അടുത്ത് സേഫ് അല്ല. എന്തായാലും കുട്ടികൾ സേഫ് അല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇവളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുട്ടികളുടെ അടുത്ത് എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. എന്തായാലും ബാക്കി കൂടെ കാണാം. ഒരുപാട് കരഞ്ഞോളാണ്, മക്കളെ ഞാൻ സംരക്ഷിച്ചോളാണ്. പക്ഷെ എന്ന് തെറ്റുപറ്റി പോയി. ആരുടെ ആത്മാർത്ഥമായിട്ട് നിൽക്കരുത്. ഇന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് മസറൂറ കാരണം. അവിടെ എന്റെ സ്വപ്നം വരുന്നു, എന്റെ മോഹം വരുന്നു, എന്റെ എല്ലാം ആയിരുന്നു അവള്. എനിക്ക് ഈ പുള്ളിക്കാരിയുടെ സംസാരം കേട്ടിട്ട് മമ്മൂക്കയുടെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. എന്റെ ഭാര്യയായിരുന്നു മേസി, എന്റെ പിന്നെ എന്താ പെങ്ങളായിരുന്നു മേസി, എന്റെ അമ്മയായിരുന്നു മേസി എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ. പക്ഷെ എന്റെ അമ്മ ഉണ്ടല്ലോ 10 മടക്കി കൊത്തറ പാമ്പാണ്. ഇന്ന് ഞാന് തയ്യൽ ക്ഷേമനിധിന്ന് ലോൺ എടുത്തു കൊടുത്ത്, പാർട്ടി ലെവലിൽ നിന്ന് ലോൺ എടുത്തു കൊടുത്ത്, 5.5 പവന്റെ സ്വർണ്ണം ഇപ്പൊ കൊടുത്ത്, 5.5 പവന്റെ സ്വർണ്ണം, കട്ടി സ്വർണ്ണങ്ങള്. പിന്നെ ജപ്തിയാവുന്ന ഘട്ടമായി കിടക്കാണ് എന്റെ വീട്. 2012 ലോൺ വെച്ചതാണ്. എനിക്ക് സനോഫറിന്റെ റഹീമിന്റെ കൂടെ ജീവിച്ചപ്പോ ഒരു സമാധാനം തന്നിട്ടില്ല, സനോഫറിന്റെ കൂടെ ജീവിച്ചപ്പോ ഒരു സമാധാനം തന്നിട്ടില്ല. ഷംസൂനെ വിളിക്കുന്നുണ്ട്, എടാ പട്ടിയെ കേട്ടാ, എത്ര വട്ടം പറയും നജിയെ ഞാൻ നിന്നെ ലേടി കെട്ടിയിട്ടുള്ളതെന്ന്. ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സമാധാനം. ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഒരു ഭർത്താവിനെ എടുത്ത് ഹെൽമെറ്റ് വെച്ചിട്ട് അടിച്ചില്ലേക്കാ കല്ലുമണ്ണ് മാറി എറിഞ്ഞ് ഒരു പുരുഷന് ചെയ്തതാണ്. എന്തോ ആവട്ടെ. അപ്പൊ അങ്ങനെ ഉണ്ടായാലും നാജിലയുടെ ഉമ്മ ഹെൽമെറ്റ് വെച്ച് ഷാനെ അടിച്ചു പോലും. അതെന്തായാലും നന്നായി, ഉമ്മ അടിപൊളി വന്നു. അവനൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. ഇപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിച്ചൊന്നും നോക്കണ്ട കേട്ടോ. കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് തിരിയും. ശരിക്കും ഉമ്മാനെയും മകളെയും ഈ പുള്ളിക്കാരി കുറ്റം പറയുന്ന സ്ഥാനത്ത് നാളെ ഇവനായിരിക്കും ഇവളെ കുറ്റം പറയുന്നത്. എന്നിലൊരു ബന്ധമില്ലായിരുന്നു എങ്കിൽ എന്റെ മകളിൽ ഒരു ബന്ധം വെക്കരുത്. അന്ന് പോലീസ് പറഞ്ഞു അവരെ മോൾ അവരെ കൂടെയാണ്. എന്നിട്ട് ഞാൻ മോൾ എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തേക്ക് അവളെ മനസ്സ് തേങ്ങോ വേദനിക്കോ എന്ന് പറഞ്ഞിട്ട് മസറൂറുകാരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ, ദയവ് ചെയ്തിട്ട് ഇനി ഉമ്മ എന്നൊരു വാക്ക് വിളിക്കരുത്. ഞാൻ മരിച്ചാ പോലും മസറൂർ എന്നെ നോക്കരുത്, മയ്യത്ത് പോലും. ശരിക്കും പറഞ്ഞ ചുമ്മാ എന്താണ് കെട്ടിത്തൂക്കി അടിച്ചില്ലെന്നാണ് പറയുന്നത്. പോട്ടെ, അങ്ങനെ അടിച്ചില്ലെങ്കിൽ പോട്ടെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ചിലപ്പോ ഉമ്മയൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചാണെന്ന് ഓക്കെ. പക്ഷെ എന്നാലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു ബോധമുണ്ടോ നിങ്ങൾക്ക്? കൊച്ചുകുട്ടിയാണ് നിങ്ങൾ, ഇത്രയും വളർന്നില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ പറയുന്നത്? ശരിക്കും ഈ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. സ്വന്തം ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ നാജില.
സ്വന്തം മക്കളോട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മതിയാക്ക്. ഈ വീട്ടുകാരുടെയും മക്കളുടെയും ഒക്കെ കുറ്റം ഈ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്ന നേരത്ത് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ കഴിയുമോ എന്ന് ഒന്ന് നോക്ക് നിങ്ങൾ. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.